ആരെ പറ്റിയും ഫിത്ന പറയാൻ നമ്മൾ നിൽക്കരുത്. നിങ്ങൾക്കറിയാം, ആരെ പറ്റിയും ഗീബത്ത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾ ഒരുങ്ങരുത്. പരദൂഷണം നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ അമലിനെ കൊന്നു തീർക്കുന്ന ഒരു സംഗതിയാണ്, തിന്നു തീർക്കുന്ന ഒരു സംഗതിയാണ് ഗീബത്ത് എന്ന് പറയുന്നത്. ഗീബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ ഗീബത്തു അശദ്ദു മിനസ് സിന, വ്യഭിചാരത്തെക്കാൾ വലിയ പാപമാണോ ഗീബത്ത്? കാര്യം എന്താണ്? ഒരു മനുഷ്യന്റെ പച്ച ഇറച്ചിയെ കഴിക്കലാണ് ഗീബത്ത് എന്ന് പറയുന്നത്, പരദൂഷണം എന്ന് പറയുന്നത്. ആ പരദൂഷണം അവൻ ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടാവാം, ചെയ്തിട്ടില്ലായിരിക്കാം. ആ സംഗതിയെ അവനെ മോശക്കാരനാക്കാൻ വേണ്ടി, അവന്റെ വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവന്റെ പൊരുത്തമില്ലാതെ മറ്റുള്ളവരോട് നീ പോയി പറയുന്നല്ലോ. എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത്? ആ ഗീബത്ത് അല്ലാഹു പുറത്തു തരണമെങ്കിൽ അതിന്റെ തൗബ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ പടച്ചവനോട് തൗബ ചെയ്യണം, പിന്നെ ആ മനുഷ്യനെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം. ഇന്ന കാര്യം ഞാൻ നിന്നെ പറ്റി പറഞ്ഞു പോയി, അതുകൊണ്ട് നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണമെന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്കത് പുറത്തു തരൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരെ പറ്റിയിട്ടും അതുകൊണ്ട് മോശത്തരം പറയാൻ നമ്മൾ നിൽക്കരുത്. നമ്മുടെ നാവിന് എല്ലില്ല എന്നുള്ളതിന്റെ പേരിൽ എന്തെല്ലാമാണ് നമ്മൾ പറയുന്നത്? ആരെ പറ്റിയും ഫിത്ന പറയാൻ നമ്മൾ നിൽക്കരുത്. നിങ്ങൾക്കറിയാം, ആരെ പറ്റിയും ഗീബത്ത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾ ഒരുങ്ങരുത്. പരദൂഷണം നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ അമലിനെ കൊന്നു തീർക്കുന്ന ഒരു സംഗതിയാണ്, തിന്നു തീർക്കുന്ന ഒരു സംഗതിയാണ് ഗീബത്ത് എന്ന് പറയുന്നത്. ഗീബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ ഗീബത്തു അശദ്ദു മിനസ് സിന, വ്യഭിചാരത്തെക്കാൾ വലിയ പാപമാണോ ഗീബത്ത്? കാര്യം എന്താണ്? ഒരു മനുഷ്യന്റെ പച്ച ഇറച്ചിയെ കഴിക്കലാണ് ഗീബത്ത് എന്ന് പറയുന്നത്, പരദൂഷണം എന്ന് പറയുന്നത്. ആ പരദൂഷണം അവൻ ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടാവാം, ചെയ്തിട്ടില്ലായിരിക്കാം. ആ സംഗതിയെ അവനെ മോശക്കാരനാക്കാൻ വേണ്ടി, അവന്റെ വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവന്റെ പൊരുത്തമില്ലാതെ മറ്റുള്ളവരോട് നീ പോയി പറയുന്നല്ലോ. എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത്? ആ ഗീബത്ത് അല്ലാഹു പുറത്തു തരണമെങ്കിൽ അതിന്റെ തൗബ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ പടച്ചവനോട് തൗബ ചെയ്യണം, പിന്നെ ആ മനുഷ്യനെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം. ഇന്ന കാര്യം ഞാൻ നിന്നെ പറ്റി പറഞ്ഞു പോയി, അതുകൊണ്ട് നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണമെന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്കത് പുറത്തു തരൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരെ പറ്റിയിട്ടും അതുകൊണ്ട് മോശത്തരം പറയാൻ നമ്മൾ നിൽക്കരുത്. നമ്മുടെ നാവിന് എല്ലില്ല എന്നുള്ളതിന്റെ പേരിൽ എന്തെല്ലാമാണ് നമ്മൾ പറയുന്നത്?